Okay, welcome back. So hire purchase in the second video ആണ്. First video കാണാത്തവർക്ക് ഒന്നും മനസ്സിലാവില്ല. So first you go and watch the first video. Okay, അതിനുശേഷം ഇത് കണ്ടാൽ മതി. ക്വസ്റ്റ്യൻ ബോർഡിൽ കാണാം. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഫുൾ ക്യാഷ് പ്രൈസ് ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ. ഹയർ പർച്ചേസിൻ്റെ ബുക്കിൽ ചെയ്യാൻ 3 മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൽ ഒന്നാമത്തെ ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡാണ് ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, ഇന്ന് ഈ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനും ജേർണൽ എൻട്രിയും ലഡ്ജറും എങ്ങനെ ചെയ്യും, ഇൻട്രസ്റ്റ് ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെയാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ എല്ലാവരും വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യുക. ഓക്കെ, ഇനി നമുക്കത് വായിക്കാം. എല്ലാവരുടെ ബുക്കിലും ഇപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. അതിനേക്കാളും മുന്നേ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഇത്രയും സാധനങ്ങൾ ആദ്യം അറിയണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോയിന്റ്സ് എഴുതി തന്നില്ലേ. ഒന്നെന്തേനും ഡേറ്റ് ഓഫ് പർച്ചേസ് ഓഫ് അസറ്റ്, വാങ്ങിച്ച ഡേറ്റ്, പിന്നെയോ ക്യാഷ് പ്രൈസ്, പിന്നെയോ amount of down payment, പിന്നെ number and amount of installment, rate of interest, depreciation the method and date of closing books of account. So ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയണം, അതും കൂടെ മനസ്സിൽ ഓർമ്മിക്കുക. Let's read the question. On 1st April 2010, Juhi and Company purchased a machine. Juhi and Company purchased a machine from Vigil Industries on hire purchase basis. അവിടെ തന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ ഹയർ പർച്ചേസ് ആണ്. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവണം, അവിടെ തന്നത് കൊണ്ട്, അല്ലാണ്ട് മീൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതിപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ എടുക്കുന്നുണ്ടല്ലോ, ഇതാണ് മനസ്സിലാവുന്നത്. സോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വായിക്കാം കേട്ടോ. അപ്പം ജൂഹി പർച്ചേസ് ചെയ്തു. അപ്പം ഇൻ ദ ബുക്സ് ഓഫ് ജൂഹി, ബയർ ഇസ് ജൂഹി and seller is Vigil Industries. അപ്പോൾ ഹയർ വെൻഡർ വിജിലും ഹയർ പർച്ചേസർ ജൂഹി and date of purchases 1/4/2010. ഇത്രയും 3 പോയിന്റ്സ് അവിടുന്ന് നിങ്ങൾ ക്യാച്ച് ചെയ്യണം. ക്യാഷ് പ്രൈസ് ഇസ് ഗിവൺ, ക്യാഷ് പ്രൈസ് ഇസ് 25,000. പേയ്മെന്റ് വാസ് ടു ബി മെയ്ഡ് 5,000 ഓൺ ദ ഡേറ്റ് ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്റ്റിന്റെ ഡേറ്റിൽ കൊടുക്കുന്ന പൈസക്ക് നമ്മൾ ഡൗൺ പേയ്മെന്റ് എന്ന് വിളിക്കും. സോ ഡൗൺ പേയ്മെന്റ് ഇസ് 5,000 ആൻഡ് ദ ബാലൻസ് ഇൻ 4 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ഓഫ് 5,000 പ്ലസ് ഇൻട്രസ്റ്റ്. അവിടെ 5,000 പ്ലസ് ഇൻട്രസ്റ്റിന്റെ താഴെ ഒരു അണ്ടർലൈൻ ചെയ്യാം. അതിൻ്റെ പ്രസക്തി കുറച്ച് അങ്ങോട്ടൊക്കെ വരുന്ന കണക്കുകളിൽ നിന്ന് മനസ്സിലാവും. ഇപ്പം ജസ്റ്റ് നിങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്യാം. 5,000 പ്ലസ് ഇൻട്രസ്റ്റ് അറ്റ് 5% പെർ ആനം. സോ ഇൻസ്റ്റാൾമെന്റ് 4 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് 5,000 വെച്ച്. സോ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ഇസ് 5,000, ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് 5%. പേയബിൾ ഓൺ 31st December ഈച്ച് ഇയർ. ഇൻട്രസ്റ്റും ഇൻസ്റ്റാൾമെന്റും കൊടുക്കേണ്ടത് 31st Decemberനാണ്. ആൻഡ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കറിയാം, വാങ്ങിച്ച ഡേറ്റ് എപ്പോഴാണ്? ഏപ്രിൽ അല്ലേ, 2010 ഏപ്രിൽ. അപ്പം 31 December 2010 ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കേണ്ടത്. ഷോ ദ ജേർണൽ എൻട്രീസ് ആൻഡ് ലഡ്ജർ ഇൻ ദ ബുക്സ് ഓഫ് ജൂഹി ആൻഡ് കമ്പനി. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബയറിന്റെ ബുക്കാണ്. സോ ജൂഹി ഇസ് ദ ബയർ അല്ലെ, ജൂഹി ഇസ് ദ പർച്ചേസർ. സോ യു ആർ റിക്വയർഡ് ടു ഷോ ദ ജേർണൽ ആൻഡ് ലഡ്ജർ. അസ്യൂമിങ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഓൺ. സോ ക്ലോസിംഗ് ഡേറ്റ് ഇസ് ഓൾസോ ഗിവൺ 31st December. മുന്നേ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് 31st December ആണ്. ആൻഡ് ഡിപ്രിസിയേഷന്റെ റേറ്റ് ഇസ് ഗിവൺ 10%. റിട്ടേൺ ഓഫ് ഓൺ ദി ഒറിജിനൽ കോസ്റ്റ്. റിട്ടേൺ ഓഫ് ഓൺ ദി ഒറിജിനൽ കോസ്റ്റ് എന്താണ് നമുക്ക് ചെയ്യുമ്പം നോക്കാം. ദെൻ ഓൾസോ ഷോ ദ ഐറ്റംസ് വിൽ അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ റിലവന്റ് പീരീഡ്. നിങ്ങളോട് ഇതിന്റെ ബാലൻസ് ഷീറ്റിൽ ഈ സംഭവമൊക്കെ എങ്ങനെയാ വരിക എന്നും കൂടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന. ഇനി ബോർഡിൽ നോക്കുക. ഓക്കെ, സോ ഞാൻ ക്വസ്റ്റ്യൻ അവിടെ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ്റെ നമുക്ക് വേണ്ട ആവശ്യമുള്ളത് ഡേറ്റ് ഓഫ് ക്ലോസിംഗ് 31st December, ഡേറ്റ് ഓഫ് പർച്ചേസ് 1/4/2010 ആൻഡ് ക്യാഷ് പ്രൈസ്
25,000. Down payment 5,000. Installment amount 5,000. Interest 5,000. Date of closing 31st December. Depreciation the rate is 10%. Yeah, depreciation 10%. So ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയണം. നമുക്ക് ഇതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്യാൻ ട്രൈ ചെയ്യാം. സോ നിങ്ങളുടെ ഇന്നലത്തെ വീഡിയോയിലുള്ള സാധനം ഞാൻ റബ്ബ് ചെയ്തില്ല, ബിക്കോസ് ഞാൻ പിന്നെയും എഴുതണ്ടേ. അപ്പൊ ഞാനിവിടെ എഴുതുന്നു. ആരെ ബുക്കിലാടാ? പർച്ചേസർ ബുക്കിൽ. ഇൻ ദി ബുക്സ് ഓഫ് പർച്ചേസർക്ക് ഒരു പേരുണ്ട്, ജൂഹി ആൻഡ് കമ്പനി. ഇൻ ദ ബുക്സ് ഓഫ് ജൂഹി ആൻഡ് കമ്പനി. ഏത് മെത്തേഡിലാണ് ചെയ്യുന്നത് നമ്മള്? ഇവിടെ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ബട്ട് വി ആർ യൂസിങ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ്. നമുക്ക് അത് മാത്രമേ അറിയുള്ളൂ. സോ നമ്മൾ അത് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പം ഫസ്റ്റ് എൻട്രി എന്താ? അസറ്റ് വാങ്ങിച്ച എൻട്രി. ഏത് ഡേറ്റ്? 1/4/2010. സോ ഡേറ്റിന്റെ കോളത്തിൽ ഞാൻ 1/4/2010 എന്ന് എഴുതി. അസറ്റ് വാങ്ങിച്ചു അല്ലെ? എത്ര പൈസക്ക് വാങ്ങിച്ചു? 25,000. സോ അസറ്റ് വാങ്ങിക്കുമ്പോഴുള്ള എൻട്രി അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെണ്ടർ. ഇവിടെ അസറ്റ് എന്താ? മെഷീനറി. അപ്പൊ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു വെണ്ടർക്ക് ഒരു പേരുണ്ടല്ലോ, വിജിൽ ഇൻഡസ്ട്രീസ്. എമൗണ്ടിൽ ക്യാഷ് പ്രൈസ് എഴുതണം. ക്യാഷ് പ്രൈസ് എത്രയാ? 25,000. ഒന്നാമത്തെ എൻട്രി ക്ലിയർ ആണല്ലോ. ഓക്കെ, ആദ്യം തന്നെ പർച്ചേസിന്റെ എൻട്രി നമ്മൾ അങ്ങോട്ട് എഴുതി. പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ് മെൻഷൻ ചെയ്തു, അസറ്റിന്റെ പേര് മെൻഷൻ ചെയ്തു, ആൻഡ് ഓൾസോ വെണ്ടറുടെ പേര് മെൻഷൻ ചെയ്തു. ഇനി രണ്ടാമത്തെ എൻട്രി ഡൗൺ പേയ്മെന്റിന്റെ എൻട്രി. ഡൗൺ പേയ്മെന്റിന്റെ എൻട്രി ഹയർ വെണ്ടർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഫസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ അത് തറോ ആയിട്ട് ജേണൽ എൻട്രി തറോ ആണെങ്കിൽ മാത്രം ഇത് കണ്ടാൽ മതി. ഓക്കെ, so down payment in the entry hire vendor account debtor to cash and name is therefore hire vendor arada Vigil Industries to cash. How much down payment? 5,000. so ഞാൻ ഇവിടെ amount കോളത്തിൽ 5,000. ഡേറ്റ് സെയിം ഡേറ്റ് 1/4. സൈൻ ചെയ്യുന്ന ഡേറ്റ്, പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ് തന്നെ കൊടുക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഡൗൺ പേയ്മെന്റ്. സോ സെയിം ഡേറ്റ്. Now third entry interest due ആവുന്ന എൻട്രി. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് 31st ക്ലോസിംഗ് ആയിരിക്കും. അപ്പം ഇവിടെ 31st December 2010. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെണ്ടർ. ഹയർ വെണ്ടറിന്റെ പേര് വിജിൽ ഇൻഡസ്ട്രീസ്. സോ ഇൻട്രസ്റ്റിന്റെ റേറ്റ് എവിടെ എഴുതേണ്ടത്? അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ, ശ്രദ്ധിച്ചോ. ഇവിടെ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വിജിലിന് എത്ര പൈസ കൊടുക്കാനുണ്ട് നോക്കിയേ. വിജിലിന് എത്ര പൈസ കൊടുക്കാനുണ്ട്? 25,000 കൊടുക്കാനുണ്ട് അല്ലെ? മെഷീൻ എത്ര പൈസന്റെ വാങ്ങിച്ച? 25,000. അതിൽ 5,000 രൂപ സൈൻ ചെയ്യുന്നെന്ന് കൊടുത്തു. ക്യാഷ് പ്രൈസിന്ന് ഡൗൺ പേയ്മെന്റ് ഞാൻ ലെസ് ചെയ്തു അല്ലെ? ഇറ്റ് ഇസ് നോട്ട് ക്യാഷ് പ്രൈസ് ഡൗൺ പേയ്മെന്റ് എന്നൊന്നും നിങ്ങൾ തൽക്കാലം തലയിൽക്കകത്ത് കൊടുക്കണ്ട. നിങ്ങൾ എന്താ നോക്കണ്ട? വിജിലിന്റെ അടുത്ത് 25,000 മെഷീനറി വാങ്ങിച്ചു. ഞാൻ സൈൻ ചെയ്യുന്ന അന്ന് തന്നെ 5,000 എന്ന് പറഞ്ഞിട്ട് വിജിലിന് അങ്ങോട്ട് കൊടുത്താല് ജൂഹി. ഇനി വിജിലിന് എത്ര കൊടുക്കാനുണ്ട്? 20,000. ഈ 20,000 വേണം നമ്മൾ ഇൻട്രസ്റ്റ് എത്ര പെർസെന്റേജ്? 5% കാണാൻ. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുക. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, അതായത് ബാക്കി കൊടുക്കാനുള്ള പൈസ. അപ്പൊ ബാക്കി കൊടുക്കാനുള്ള പൈസ എത്രയാ? 25,000. ഡൗൺ പേയ്മെന്റ് 5,000 ആദ്യം കൊടുത്തു, അപ്പൊ 20,000. ഹിയർ വാങ്ങിച്ചത് ഏപ്രിലാണ് അല്ലെ? ഏപ്രിൽ. സോ ഏപ്രിലിലെ ഇൻട്രസ്റ്റ് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. സോ ഇറ്റ് ഇസ് ഫോർ 9 months ഓൺലി. ഫുൾ 1 year ഇല്ല. കാരണം എന്താ? വാങ്ങിച്ചിരിക്കുന്നത് ഏപ്രിൽ. അപ്പൊ ഏപ്രില്, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. സോ 9 months. സോ ഇങ്ങനെയാണ് ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് യു വിൽ ഗെറ്റ്, ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക്
750 രൂപ കിട്ടും. ഓക്കെ, സോ ഐ എം റൈറ്റിംഗ് ഹിയർ 750. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്ന എൻട്രി. ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുമ്പോൾ ഹയർ വെണ്ടറിന്റെ സ്ഥലത്ത് വിജിൽ ഇൻഡസ്ട്രീസ് വരും. ടു ക്യാഷ് amount of installment plus interest. amount of installment plus interest. വിജിലിന് നമ്മൾ മാസം അവസാനം ഇൻസ്റ്റാൾമെന്റ് തുകേന്റെ കൂടെ പലിശയും കൊടുക്കണ്ടേ? സോ ഇവിടെ എപ്പോഴും എഴുതുമ്പം ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എത്രയാ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5000 ആണ്, പ്ലസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് എന്തില്ല? ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. ഇത് കൂടാണ്ട് അഡീഷണലി 5% ഇൻട്രസ്റ്റ്. ഓക്കെ, അതുകൊണ്ട് അവിടെ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. ചില ക്വസ്റ്റ്യനിൽ ഈ ഒരു സാധനം ഉണ്ടാവില്ല, അതിന്റെ മീനിങ് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ അതിനകത്ത് തല കൊടുക്കണ്ട. സോ ഹിയർ ഇൻ ദ മീനിങ് 5000 പ്ലസ് ഇൻട്രസ്റ്റ്. സോ ഇവിടെ നമ്മൾ വിജിലിന് എത്ര കൊടുക്കണടാ? 5000. ഇൻസ്റ്റാൾമെന്റ് പോകുന്ന എത്രയാ? 5000 പ്ലസ് ഇൻട്രസ്റ്റ് എത്ര? 750. സോ ഹിയർ വിൽ കം 5750. ക്ലിയർ ആണല്ലോ? ഇൻട്രസ്റ്റ് പ്ലസ് installment plus interest. Now it is depreciation to asset ന് ഇവിടെ പേരുണ്ട്, machinery. ഇവിടെ depreciation എങ്ങനെയാ ചാർജ് ചെയ്യാൻ പറയുന്നത്? 10% written off on the original cost. ഒറിജിനൽ കോസ്റ്റിന്റെ മേലെയാ കാണാൻ പറഞ്ഞത്. മെഷീന്റെ ഒറിജിനൽ കോസ്റ്റ് എത്രയാ? 25,000. മെഷീന് സാധാരണ എത്ര പൈസ? 25,000. So machine the original cost of machine 25,000. അതിന്റെ 10% ആണ് ഇൻട്രസ്റ്റ് എന്നാണ് അവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ, അല്ലേ? ബട്ട് ഹിയർ ഇത് അതുപോലെ നമുക്ക് ഏപ്രിൽ മുതലേ ഉള്ളൂ. സോ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ. ഇവിടെയും ഫസ്റ്റ് കേസിൽ ഡിപ്രിസിയേഷൻ എത്ര മാസത്തേക്കേ ഉള്ളൂ? 9 മന്തിലേക്കേ ഉള്ളൂ. സോ ഡിപ്രിസിയേഷൻ നിങ്ങൾ അത് ചെയ്താൽ 1875 കിട്ടും. സോ അത് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്, 1875. Okay, now last thing you have to transfer the interest and depreciation to P&L account. So amount of interest is 750 and amount of depreciation is 1875. ഇത് രണ്ടും കൂടെ നിങ്ങൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇറ്റ് ഈസ് 2625. ഇതോടുകൂടെ ഫസ്റ്റ് ഇയറുടെ തീർന്നു. റിപ്പീറ്റിംഗ് അസറ്റ് പർച്ചേസ് ചെയ്ത എൻട്രി ആദ്യം വരണം. ശ്രദ്ധിക്കുക, വി ആർ ഡൂയിങ് ഫുൾ ക്യാഷ് പ്രൈസ്. സോ ക്യാഷ് പ്രൈസ് വേണം ഇവിടെ വരാൻ. ഡൗൺ പേയ്മെന്റ് വിജിൽ ടു ക്യാഷ്. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി. ഇൻട്രസ്റ്റ് എപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിനാണ് കൊടുക്കേണ്ടത്. ബാക്കിയുള്ള പൈസക്കാണ് ഇൻട്രസ്റ്റ് കൊടുക്കുക. ഇനി കൊടുക്കാനുള്ള പൈസ എത്ര? 25,000 മൈനസ് ഡൗൺ പേയ്മെന്റ് 5,000. എന്നിട്ട് അത് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആവുമ്പോൾ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്. സോ ഇൻസ്റ്റാൾമെന്റ് 5,000 പ്ലസ് ഇൻട്രസ്റ്റ് ദിസ് വൺ. Depreciation is on 10% of original cost. So original cost is 25,000 10%. ഇവിടെ 9 month ആയതുകൊണ്ടാണ് 9 ചെയ്തത്. ഇവിടെ for full year ആണെങ്കിൽ ഈ ഒരു പോർഷൻ വേണ്ട. Then you transfer it to P&L account. Interest to depreciation. This is the thing. Okay. അപ്പോൾ ഫസ്റ്റ് ഇയർ പ്രശ്നമില്ല. ഇനി ഞാൻ സെക്കൻഡ് ഇയർ ചെയ്യാൻ പോവാണ്. സെക്കൻഡ് ഇയർ അറിയാമെന്ന് വിചാരിച്ച് ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട. സം ന്യൂ പോയിന്റ്സ് വിൽ ബി ദർ. സോ അവിടെ തന്നെ ഇരിക്കാം. നൗ സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയറിന്റെ സ്റ്റാർട്ടിങ് ഏപ്രിൽ അല്ല, 31st December is the end date. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എപ്പോഴേക്കും? 1st January. This is 2011. ഓക്കെ, ഹിയർ ഈ രണ്ട് എൻട്രി റിപ്പീറ്റേഷൻ വരുമോ? ഇല്ല. ഇത് വാങ്ങിക്കുമ്പോൾ എൻട്രി, വാങ്ങിക്കുമ്പോൾ കൊടുത്ത പൈസ. സോ ദിസ് വോണ്ട് റിപ്പീറ്റ്. ഇനി 1ാം തീയതി എഴുതാൻ നമ്മളെ കയ്യിൽ ഒന്നുമില്ല. ബാക്കിയൊക്കെ ഏതിനാ വരുന്നത്? 31st December. സോ ഇവിടെ ഡേറ്റ് 31st December. ക്ലിയർ ആണല്ലോ? ബിക്കോസ് എൻട്രി ഇല്ല തുടക്കത്തിൽ എഴുതാൻ. സോ 31st December ആദ്യത്തെ എൻട്രി ഇൻട്രസ്റ്റ് ഡ്യൂ. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ എൻട്രി
ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വിജിൽ. വിജിൽ. ഓക്കെ, ഞാൻ നേരത്തെ എഴുതിയത്. ഓക്കെ, വിജിൽ. ഇത് ഏതിനാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്? കൊടുക്കാൻ ബാക്കിയുള്ള പൈസക്ക്. നമുക്ക് നോക്കാല്ലേ ഇനി എത്ര പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട്. 25,000 വാങ്ങിച്ചു. 25,000 വാങ്ങിച്ചു. 5,000 വാങ്ങിക്കുമ്പോൾ തന്നെ കൊടുത്തു. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ സ്റ്റെപ്പ് അല്ല. 20,000 ഇത്. ഇനി നോക്കിയേ താഴെ, വീണ്ടും അയാൾക്ക് എത്ര കൊടുത്തു? ഇൻസ്റ്റാൾമെന്റ് 5,000 കൊടുത്തു അല്ല. പിന്നെ നമ്മൾ 5,000 കൊടുത്തു. ഇൻട്രസ്റ്റിൽ ആഡ് ചെയ്യല്ലേ, ഇവിടെ ഇൻസ്റ്റാൾമെന്റ് മാത്രം എടുക്കുക. എത്ര കൊടുത്തു? 5,000. ഇനി മെഷീന്റെ പൈസയിൽ അയാൾക്ക് എത്ര കൊടുക്കാൻ ബാക്കിയുണ്ട്? 15,000. റിപ്പീറ്റിംഗ്. 25,000 മെഷീൻ 5,000 വാങ്ങിക്കുമ്പോൾ കൊടുത്തു. 5,000 ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു. അപ്പൊ ഇവിടെ എത്ര പൈസയാണ്? 15,000ന്റെ എത്ര പെർസെൻറ്റേജാ? 5% അടുത്ത ഇയറിലെ ഇൻട്രസ്റ്റ് വരും. ദാറ്റ് ഈസ് 750. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര പൈസ കാടാ? 20,000ന്റെ 5% into 9/12. ഇവിടെ 20 അല്ലേ? 20 അടുത്ത ഇൻസ്റ്റാൾമെന്റ് മൈനസ് ചെയ്താൽ മതി കേട്ടോ. 20 അടുത്ത ഇൻസ്റ്റാൾമെന്റ് മൈനസ് ചെയ്താൽ 15. ഇനി അടുത്ത ഇയറിൽ ഇൻട്രസ്റ്റിൽ എത്ര വരും? അടുത്ത ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോൾ 5 പോവും. നെക്സ്റ്റോ ഇപ്പൊ 10 ആവും. വീണ്ടും എന്താവും? 5. അങ്ങനെ പോകും. ഓക്കെ, തീരുന്നത് വരെ. ഓക്കെ, അപ്പൊ 15,000 കിട്ടിയാൽ ഒന്നും അറിയുന്നില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ 20,000 മൈനസ് ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എമൗണ്ട് മൈനസ് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് 15,000 അത് കിട്ടി. ഇനി ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്ന എൻട്രി, സെയിം ഡേറ്റ് ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ്. എൻട്രി വിജിൽ ഇൻഡസ്ട്രീസ് ടു ക്യാഷ്. ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ്. ഇൻസ്റ്റാൾമെന്റ് എത്രയാ? 5,000. 4 വർഷം എന്നാ പറഞ്ഞു. ഒന്ന് ഇത് രണ്ടാമത്തെ വർഷമായിട്ടേ ഉള്ളൂ. 5,000 പ്ലസ് ഇൻട്രസ്റ്റ് 750 and it is 5750. 5750. Okay, next. നോക്കി, ഇവിടെ 5750, ഇവിടെ 5750. ഇത് അങ്ങനെയൊന്നും അല്ലേ. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എന്തോ അങ്ങനെ വന്നേ ഉള്ളൂ. ഡിഫറെന്റ് ആയിരിക്കും, സെയിം ആവണമെന്നൊന്നും ഇല്ല കേട്ടാ. അപ്പൊ തന്നെ എല്ലാവരും ഇവിടെ കിട്ടിയ അതേ എമൗണ്ട് ഇവിടെ കിട്ടി അങ്ങനെയാണെന്നുള്ള ചിന്ത വേണ്ട. ഡിഫറെന്റ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ ഇതെന്തോ സെയിം ആയി എന്നുള്ളതേ ഉള്ളൂ കേട്ടാ. then ഇത് ഡിപ്രിസിയേഷൻ ഡ്യൂ ആവുന്ന എൻട്രി. ഡിപ്രിസിയേഷൻ ടു മെഷീനറി ഓൺ ഒറിജിനൽ കോസ്റ്റ്. റിട്ടേൺ ഡൗൺ വാല്യൂ എന്നല്ല പറയുന്നത്, ഒറിജിനൽ കോസ്റ്റ്. അപ്പൊ ഒറിജിനൽ കോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 25,000. അതിന്റെ 10%. നേരത്തെ ഞാൻ എന്തുകൊണ്ടാണ് 9/12 എടുത്തത്? ഏപ്രിൽ ആയതുകൊണ്ട് ഇവിടെ ഫുൾ ഇയറിനുണ്ട്. സോ ഇറ്റ് ഇസ് 2,500. ഓക്കെ. ഇനിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി, P&L അക്കൗണ്ട് ഡെറ്റർ to interest to depreciation. Interest 750, 2,100, 3250 അല്ലേ. അങ്ങനെ രണ്ടാമത്തെ ഇയറും കഴിഞ്ഞു. ഓക്കെ, ഇനി തേർഡ് ഇയർ. ഇത് വിസിബിൾ ആണോ താഴെ വരെ? ഓക്കെ, നെക്സ്റ്റ് തേർഡ് ഇയർ. തേർഡ് ഇയറിൽ ഡേറ്റ് നോക്കാം. 2011 അപ്പം 31st സെക്കൻഡ് ഇയർ ഓർ മനസ്സിലാവേണ്ടിട്ട് കേട്ടോ. തേർഡ് ഇയർ നിങ്ങളിങ്ങനെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല ബുക്കിൽ. 31st December 2012. ഓക്കെ, ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വിജിൽ. കാൽക്കുലേഷൻ എങ്ങനെയാ വരിക? വെരി സിമ്പിൾ. ഇവിടെ എത്രയുണ്ട് കാൽക്കുലേറ്റ് ചെയ്ത? 15,000
ഇൻസ്റ്റാൾമെന്റിന്റെ എമൗണ്ട് മൈനസ് ചെയ്യണം. ദാറ്റ് ഇസ് 10,000 ഇൻറ്റു അതിന്റെ 5%. ഈസി ആണല്ലോ. ഇനി റിപ്പീറ്റ് നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 25ന്റെ അസറ്റ് വാങ്ങിച്ചു, 5,000 അപ്പം തന്നെ കൊടുത്തു, 20,000. 20,000 നിന്ന് പിന്നെ ഒരു ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു, 20,000 മൈനസ് 5,000 15. വീണ്ടും ഒരു ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു, 15,000 മൈനസ് 5,000. ഓക്കെ, സോ ഇവിടെ എപ്പോഴും എഴുതി വെച്ചാൽ മതി. പിന്നെ എന്ത് ചെയ്താൽ മതി, ഇൻസ്റ്റാൾമെന്റിന്റെ എമൗണ്ട് മാത്രം മൈനസ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി. ഓക്കെ, സോ ഇറ്റ് ഈസ് 500, റൈറ്റ്? 500. Now ഇൻസ്റ്റാൾമെന്റിന്റെ എൻട്രി, വിജിൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എത്ര വരും? 5,000 ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ്, എല്ലാ ഇയറിലും 5,000 അങ്ങനെ ആവണമെന്നൊന്നുമില്ല. ഹിയർ 5,000 പ്ലസ് ഇൻട്രസ്റ്റ് 500. സോ 5,500. ഓക്കെ, സോ ഇറ്റ്സ് ഓവർ. തേർഡ് ഇയറും തീർന്നു. ഇനിയോ തീർന്നിട്ടില്ല തേർഡ് ഇയർ. ഇനി എന്തുണ്ട്? ഡിപ്രിസിയേഷൻ ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയും എഴുതണം. സോ ഡിപ്രിസിയേഷൻ്റെ എൻട്രി മേലത്തെ ഭാഗം, സോറി. ഓക്കെ, മുകളിലത്തെ ഭാഗം കാണുന്നുണ്ടോ? യെസ്. സോ ഹിയർ ഡിപ്രിസിയേഷൻ എൻട്രി, depreciation account debtor to machinery. It is on original cost basis എന്ന് പറയുമ്പോൾ എപ്പോഴും ഒറിജിനൽ കോസ്റ്റിന് മേലെ 10% കാണണം. സോ ഒറിജിനൽ കോസ്റ്റ് 25%, അതിൻ്റെ 10% 2,500. റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാൽക്കുലേഷൻ മാറുമല്ലോ. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ഓൺ ഒറിജിനൽ കോസ്റ്റ് ആൻഡ് ഈ എൻട്രി. P&L account debtor to interest to depreciation. Interest is 500, depreciation is 2,500 and it is 3,000. Now third year is over and now we are moving on to our last year, fourth year. Okay, fourth year date ഇത് 2012 ആണ്. അപ്പോൾ 13 വരും. Fourth year 31st December 2013. ആദ്യം ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വിജിൽ. എത്രയാ പൈസ? തൊട്ട മുന്നേത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എത്രേന്റെ മേലെയാ? 10,000. അതിൽ ഇൻസ്റ്റാൾമെന്റ് എത്ര പോയി? 5,000. ഇനി ബാക്കി എത്രയുണ്ട്? 5,000. 5,000ന്റെ 5%. എത്രയാ? 250. Okay. Now installment paid. Installment entry vigil to cash. Installment is 5,000 plus interest 250. 5,250. Okay. Now depreciation entry. Depreciation account debtor to machinery. Same because it's on original cost. 2,500. Now transfer the expenses into P&L account. Interest നമ്മുടെ depreciation. Interest is 250, depreciation 2,500 and it is 2,750. Okay. തീർന്നോ? സംഭവം തീർന്നില്ല. 25,000 5,000 കൊടുത്ത് 20 5 പോയി 15 5 പോയി 10 5 പോയി 5 5 കൊടുത്തു. സോ ഇറ്റ്സ് ഓവർ ബിക്കോസ് ഇറ്റ്സ് 4 ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നുണ്ട്. 1 പോയി 1 2 3 4. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ ഈ പ്ലസ് എന്നൊക്കെയുള്ള ആ സംഭവം വരുമ്പോഴുള്ള പ്രശ്നമേ ഉള്ളൂ. പിന്നെ എപ്പോഴും ഒന്നാമത്തെ ഇയർ ചെയ്യുമ്പോൾ ഡേറ്റ് നോക്കണം. എന്നിട്ട് അത്ര കണ്ട് നമ്മൾ കുറക്കേണ്ട വരും. 9/12 എത്രയാണോ വരുന്നത് അതിന് കണക്കായിട്ട് ഇവിടെ ഇൻട്രസ്റ്റും ഡിപ്രിസിയേഷനും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരും. അതൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് ബാക്കി എല്ലാ ഇയറും ഫുൾ ഉണ്ടാവും. 12 ഇയറിലോട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഇതിൻ്റെ മിഷനറി അക്കൗണ്ട് നിങ്ങൾ സ്വന്തം വരയണം. ഈ ജേണൽ എൻട്രിൻ്റെ മിഷനറി അക്കൗണ്ട്. ഇപ്പം മിഷനറി അക്കൗണ്ട് നിങ്ങൾക്ക് ബോർഡിൽ കാണാം. ഓക്കെ, മിഷനറി അക്കൗണ്ടിൽ ഒന്നാമത്തെ എൻട്രി ഇതാ ഇതിൻ്റെ എൻട്രി.
മിഷനറി ടു വിജിൽ, അപ്പൊ ടു വിജിൽ എന്ന് കാണാം അവിടെ 25,000. ഓക്കെ, പിന്നെ മിഷനറി വരുന്നത് ഹിയർ ഇതാ ഡിപ്രിസിയേഷൻ, ബൈ ഡിപ്രിസിയേഷൻ എന്ന് കാണുന്നുണ്ടല്ലോ 1875. എന്നിട്ട് അത് ബാലൻസ് ചെയ്യുക. പിന്നെ അടുത്ത ഇയർ മുതൽ ഏത് എൻട്രിയിലേ ഉള്ളൂ മിഷനറി, ഡിപ്രിസിയേഷന്റെ എൻട്രി മാത്രം അവിടെ വരുന്നു, കണ്ടല്ലോ. സോ അത് നിങ്ങൾ ചെയ്യണം. വിജിലിന്റെ അക്കൗണ്ട് ഞാൻ വരാം. ഓക്കെ, അതുപോലെ ഇൻട്രസ്റ്റിന്റെ അക്കൗണ്ട് ഇപ്പൊ ബോർഡിൽ കാണുന്നുണ്ടല്ലോ. ഇൻട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ ഇതെവിടെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രീസിൽ 750. പിന്നെ അത് P&L അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. എല്ലാ ഇയറിലും അത് അങ്ങനെ തന്നെ പോകും അല്ലെ. സെക്കൻഡ് ഇയർ ഓൾസോ ഇൻട്രസ്റ്റ് 750 P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക 750. അടുത്തതിൽ 500 ആണ്, അത് P&L അക്കൗണ്ട്. 250 ആണ് P&L അക്കൗണ്ട്. നൗ ഇറ്റ് ഈസ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. ഡിപ്രിസിയേഷൻ അക്കൗണ്ടിങ് ഒക്കെ അറിയാം, അതും അങ്ങനെ തന്നെ. മിഷനറിന്ന് എഴുതുക, P&L അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കാണിക്കാം. സോ നൗ ഐ എം ഗോയിങ് ടു പ്രിപ്പയർ വിജിൽ ഇൻഡസ്ട്രീസ് അക്കൗണ്ട്. അതിനുവേണ്ടി ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് മയക്കുകയാണ്. ഓക്കെ, ഈ സൈഡ് മയക്കാം. ഓക്കെ, വിജിൽ ഇൻഡസ്ട്രീസ്, വിജിൽ ഇൻഡസ്ട്രീസ് അക്കൗണ്ട് ആരെ ബുക്കിലാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നല്ല ബോധം വേണം. ഈ ഒരു മെത്തേഡ് പർച്ചേസർ ബുക്കിൽ മാത്രം ചെയ്യുന്ന മെത്തേഡാണ്. ഫുൾ ക്യാഷ് പ്രൈസ്, അങ്ങനെ ഞാൻ 3 മെത്തേഡ് നിങ്ങളെ പഠിപ്പിക്കും. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഇത്. അതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു. സോ ഇറ്റ് ഇസ് വിജിൽ ഇൻഡസ്ട്രീൻ്റെ അക്കൗണ്ട് വരാൻ പോവാണ്. എൻട്രി നിങ്ങൾക്ക് അവിടെ സൈഡിൽ കാണാം. ഫസ്റ്റ് എൻട്രിയിൽ വിജിൽ ഉണ്ട്. സോ ഇറ്റ് ഇസ് ബൈ മിഷനറി. യു ഹാവ് ടു പ്രൊവൈഡ് എ കോളം ഫോർ ദ ഡേറ്റ് ഓൾസോ. സോ ഡേറ്റിന് ഒരു കോളം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. മിഷനറി ഹൗ മച്ച്, എത്ര പൈസേൻ്റെ അവിടെ 25,000 അല്ല 25,000. പിന്നെ നിങ്ങൾക്ക് അടുത്ത എൻട്രി അവിടെ കാണാം. ഡൗൺ പേയ്മെന്റിന്റെ എൻട്രി 5,000 കൊടുത്തത് കാണാം. പിന്നെ നിങ്ങൾക്ക് അടുത്ത എൻട്രി അവിടെ കാണാം. ഇൻട്രസ്റ്റിന്റെ എൻട്രി. സോ ഹിയർ ഇറ്റ് ഇസ് ബൈ ഇൻട്രസ്റ്റ് 750 ആണ്. 750. ആൻഡ് ഹിയർ യു വിൽ ഗെറ്റ് ദി ബാലൻസ്. ഇത് ഒന്നും കൂടി ഉണ്ട് അല്ലെ. ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്ത എൻട്രി കാണാം അവിടെ 57,50. ബാലൻസ് ചെയ്ത ഈ ഭാഗമാണ് കൂടുതൽ. 25,750, 25,750 ടു ബാലൻസ് സി ബാർ ഡി 15,000. കണ്ട എത്ര പൈസ ഞങ്ങൾക്ക് കൊടുക്കാനുണ്ട് ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പം 15,000. ഓക്കെ, ഞാനിപ്പോൾ അവിടെ കണ്ടോ ഇത് നോക്കിയേ. സെക്കൻഡ് ഇയറിൽ എത്ര പൈസ കാടാൻ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്ത് 15,000. സോ അക്കൗണ്ട് വരെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏതിൻ്റെ മേലെയാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഇത് ഇങ്ങോട്ട് വരുമല്ലോ, ഈ 15,000 ബാലൻസ് ഇങ്ങോട്ടേക്ക് വരുമല്ലോ. സോ ഇതിൻ്റെ മേലെയാണ് അടുത്തതിൽ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടത്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ്. ഇങ്ങനെ കണ്ടുപിടിക്കും. സോ ഹിയർ ഇവിടെ വെച്ചു. ഇനി ഞാൻ അടുത്ത എൻട്രി പാസ് ചെയ്യാണ്. അടുത്ത എൻട്രി എന്താ, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി. സോ ഞാനിവിടെ ബൈ ഇൻട്രസ്റ്റ് എന്ന് എഴുതും. 750 തന്നെയല്ലേ, 750 എഴുതും. ദെൻ ഹിയർ ഐ വിൽ റൈറ്റ് ടു ക്യാഷ്. എത്രയാ 57,50. ആൻഡ് ബാലൻസ് ചെയ്തോളൂ. ബാലൻസ് ചെയ്താൽ ടു ബാലൻസ് 10,000 കിട്ടും. ടു ബാലൻസ് സി ബാർ ഡി 10,000. അതിന് നമ്മൾ ഇത് ഫസ്റ്റ് ഇയർ, ഇത് സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിലേക്ക് നമ്മളത് ക്യാരി ഫോർവേഡ് ചെയ്യും. ഇവിടെ എഴുതും നമ്മൾ ബൈ ബാലൻസ് സി ബി ബാർ ഡി 10,000. ഓക്കെ, അടുത്ത നമ്മൾ ഇൻട്രസ്റ്റ് ഏതിന്റെ മേലെ കണ്ടുപിടിച്ചിരിക്കുന്നത്, 10,000 മേലെ അല്ലെ. തേർഡ് ഇയറിലെ ഇൻട്രസ്റ്റ് അതിന്റെ മേലെ കണ്ടുപിടിച്ചിരിക്കുന്ന 10,000. ഓക്കെ, സോ ഇവിടെ കിട്ടി. നൗ തേർഡ് ഇയറിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി, ഇൻട്രസ്റ്റ് ഇസ് 500. ദെൻ ക്യാഷ് കൊടുക്കുന്ന എൻട്രി, ക്യാഷ് കൊടുക്കുന്നത് 5,500. ബാലൻസ് ചെയ്യുക 10,500 and you will get here 5,000 to balance. ബാലൻസിങ് ഫിഗർ അല്ലേ. ഈ ബാലൻസിങ് ഫിഗർ ഇവിടത്തേക്ക് വരും ബൈ
ഏത് ഇയർ ആടാ? 4th year. ബൈ ബാലൻസ് 5,000. നോക്കിയേ 4th ഇയറിൽ അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത് 4th ഇയർ അവിടെ 5,000 മേലെ. ഹിയർ ഇറ്റ് ഈസ് ബാലൻസ് കൊടുക്കാനുള്ള ബാക്കി പൈസയല്ലേ ബാലൻസ്. വിജിലിന് കൊടുക്കാനുള്ള പൈസ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ 15,000, സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ 10,000 കൊടുക്കാനുണ്ട്, ആൻഡ് തേർഡ് ഇയർ കഴിഞ്ഞപ്പോൾ 5,000 കൊടുക്കാനുണ്ട്. അത് അപ്പം 5,000 മോള് കണ്ടു. ഇറ്റ് ഈസ് ബൈ ഇൻട്രസ്റ്റ് എത്രയാണ്? 250, 52.50. ആൻഡ് ഹിയർ യു വിൽ റൈറ്റ് ആസ് ടു ക്യാഷ്. എത്ര കൊടുത്ത അയാൾക്ക്? എത്ര കൊടുത്ത്? 52.50. തീർന്നില്ല. അക്കൗണ്ട് എന്തായി? ടാലിയായി. ഇനി വിജിലിനൊന്നും കൊടുക്കാനില്ല. ഉണ്ടോ? ബാലൻസ് ഇല്ല. സോ ഇറ്റ് ഇസ് വിജിലിൻ്റെ അക്കൗണ്ട് ഇങ്ങനെ തീരണം. ഒന്നും കൊടുക്കാനില്ല, എല്ലാം സെറ്റ് ചെയ്തു. ജൂഹി ആൻഡ് കമ്പനി കംപ്ലീറ്റ് പേയ്മെന്റും കൊടുത്തു. സോ ദിസ് ഇസ് ദ മീനിങ് ഓഫ് ദിസ് അക്കൗണ്ട്. സോ ഈ അക്കൗണ്ട് വരച്ചാൽ ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ ഇങ്ങനെ വരും. ബട്ട് ചിലപ്പോൾ ജേണൽ മാത്രം ചോദിക്കുവാണെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ലെഡ്ജർ ആണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, അപ്പം ഇതിൻ്റെ മിഷനറി ഇപ്പം നിങ്ങൾക്ക് ആ വിജിലിൻ്റെ അക്കൗണ്ട് ഞാനിവിടെ കൊടുക്കാം. വിജിലിൻ്റെ അക്കൗണ്ട് കണ്ടല്ലോ, ഞാൻ വരച്ചു തന്നിട്ടുമുണ്ട്. സോ അത് ചെയ്യാം. ദെൻ മിഷനറി അക്കൗണ്ട് വരയണം, ഇൻട്രസ്റ്റ് അക്കൗണ്ട് വരയണം, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് വരയണം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ബോർഡിൽ ബാലൻസ് ഷീറ്റ് വരയാൻ പറഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് കാണാം. ബാലൻസ് ഷീറ്റ് ജൂഹി ആൻഡ് കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റ് കാണാം. ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ നിങ്ങൾ നോക്കിയേ. ഓക്കെ, ഇത് ഫുൾ കൊടുത്തിട്ടില്ല, ഞാൻ വരയാമോ. ഓക്കെ, ഫസ്റ്റ് യു സീ ദി അസറ്റ് സൈഡ്. അസറ്റ് സൈഡ് നോക്കിക്കോ. മിഷനറി അക്കൗണ്ട് നിങ്ങൾ വരുന്നത് അവിടെ ബോർഡിൽ കാണാം. മിഷനറി അക്കൗണ്ട് നിങ്ങൾക്ക് ബോർഡിൽ കാണുന്നുണ്ടല്ലോ. മിഷനറി അക്കൗണ്ടിന്റെ ഫസ്റ്റ് ഇയറിലെ ബാലൻസ് എത്രയാ? 23,125 അല്ലെ? 23,125 അതായിരിക്കും ഫസ്റ്റ് ഇയറിലെ അസറ്റിന്റെ ബാലൻസ്. അവിടെ എഴുതിയ നിങ്ങൾ കാണുന്നില്ലേ? ഫസ്റ്റ് ഇത് ആദ്യം ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കിയേ. എല്ലാം ഒരുമിച്ചാണ് തന്നിരിക്കുന്നത്. എല്ലാം ഒരുമിച്ചത് 2010, 11, 12, 10, 11, 12. അതായത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്തില്ല, മിഷനറി ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടില്ല. എല്ലാം കൂടി ഒരു ബാലൻസ് ഷീറ്റിനകത്താണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ അത് ആദ്യം മനസ്സിലാക്കാം. അപ്പം നമ്മൾ ആദ്യം 2010 നോക്കാം. 10 നോക്കുമ്പോൾ ആദ്യം മിഷനറി അക്കൗണ്ടിൽ 2010 ബാലൻസ് എത്രയാണെന്ന് നോക്കുക. 23,125 അതാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അതേപോലെ വിജിലിൻ്റെ അക്കൗണ്ട് ആണ്, സെല്ലർ അക്കൗണ്ട് ആണ് ലാബിലിറ്റിയിൽ വരിക. ബിക്കോസ് ക്രെഡിറ്റർ അല്ലേ, ജൂഹി പൈസ കൊടുക്കണം. അയാൾ അക്കൗണ്ടിന്റെ ബാലൻസ് 15,000 അതാണ് അവിടെ ഇട്ടത്. ഇത് ടാലി ഒന്നും ആവില്ല, ബിക്കോസ് വേറെ ഐറ്റംസ് ഒന്നും നമുക്ക് അറിയില്ല. എങ്ങനെയാ വരിക എന്ന് കാണിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇനി 2011 മിഷനറി അക്കൗണ്ടിന്റെ ബാലൻസ് മിഷനറി അക്കൗണ്ടിൽ നോക്കുക 20,625. വിജിലിന്റെ അക്കൗണ്ടിന്റെ ബാലൻസ് അവിടെ എഴുതുക. അതേപോലെ 2012 മിഷനറി അക്കൗണ്ടിന്റെ ബാലൻസ് എഴുതുക, വിജിലിന്റെ അക്കൗണ്ടിന് എഴുതുക. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും അൺടിൽ തീരുന്നവരെ. സോ ദിസ് ഇസ് ദ തിങ്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിൽ കോപ്പി ചെയ്യുക. അത്യാവശ്യം നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ വേറെ പുതിയ അടുത്ത മെത്തേഡൊന്നും പറയുന്നില്ല. അടുത്ത മെത്തേഡ് ആക്ച്വൽ ക്യാഷ് പ്രൈസ് മെത്തേഡാണ്. സോ അത് ഞാൻ പറയുന്നില്ല. സോ ഇത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പം ഹാവ് എ നൈസ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്.